ഹായ്, കീമിൻ്റെ ബിഫാം എക്സാം എഴുതിയവർക്ക് ഒരു സന്തോഷ വാർത്ത. കീമിൻ്റെ ബിഫാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ കീമിൻ്റെ ബിഫാം റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് ഇനിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം നടക്കുക. അപ്പോൾ ഇനിയുള്ള നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിഫാമിൻ്റെ ബേസിൽ തന്നെയുള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പുറത്തു വിടുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നിങ്ങളുടെ അലോട്ട്മെന്റും പ്രൊസീജിയറുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിഫാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സാം എഴുതിയ നിങ്ങളുടെ +2 അല്ലെങ്കിൽ കീമിൻ്റെ ബേസിലുള്ള നിങ്ങളുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എൻട്രൻസ് സ്കോറുകളുടെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് മാർക്ക്, ദാറ്റ് ഈസ് ഇൻഡെക്സ് മാർക്ക് ഔട്ട് ഓഫ് 300 ശരിക്കും നിങ്ങളുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിർമ്മിക്കുന്നത്. സോ അതിന്റെ ബേസിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്നത് നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രൊസീജിയറുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫാർമസ്യൂട്ടിക്കൽ സയൻസുകൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ കോളേജുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഗവൺമെന്റ് കേസ് പറഞ്ഞാൽ തന്നെ ശരിക്കും കേരളത്തിൽ ഗവൺമെന്റ് കോളേജസ് എന്ന് പറയാൻ ശരി ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, ട്രിവാൻഡ്രം ഇത്രയും കോളേജുകളാണ് ഗവൺമെന്റ് തസ്തികയിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിരവധി പ്രൈവറ്റ് കോളേജുകളും കേരളത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ വെന്നെവർ യു ചൂസ് എ കോളേജ് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അവിടെയുള്ള അലൂമിനീസിനോടോ അല്ലെങ്കിൽ സീനിയേഴ്സിനോടൊക്കെ അറിയാവുന്നവരോടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് മാക്സിമം ചോദിച്ചതിന് ശേഷം റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റുകളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ബിഫാമിന്റെ കേസിൽ നിങ്ങൾക്ക് ലാസ്റ്റ് അലോട്ട്മെന്റിന്റെ കേസുകൾ നോക്കണമെങ്കിൽ ജസ്റ്റ് കമ്പാരിസൺ അല്ല, ജസ്റ്റ് ആ ഒരു കാര്യങ്ങളും കോളേജുകളുടെ ലിസ്റ്റും അറിയണമെങ്കിൽ കീമിന്റെ പ്രോസ്പെക്ട്സിൽ അവൈലബിൾ ആണ്. അതേപോലെ 2023 കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് MBBS, BDS, ആയുർവേദ, അലൈഡ് കോഴ്സുകളുടെ കൂടെ തന്നെ ബിഫാമിന്റെ പേരും കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിട്ടും. സോ പ്രോപ്പറായി വെബ്സൈറ്റ് ഫോളോ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് വരുന്നതനുസരിച്ചിട്ട് അതിലെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ചെക്ക് യുവർ റാങ്ക് ലിസ്റ്റ് അറ്റ് KEAM 2024 കാൻഡിഡേറ്റ് പോർട്ടൽ. താങ്ക് യു.